1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഓവുപാലം പ്രവൃത്തി തീരാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. നാട്ടുകാരും യാത്രക്കാരും റോഡ് ഉപരോധിച്ചു. എടവണ്ണ തിരുവാലി പാതയിലെ ശാന്തിനഗറിനും ചമ്പംകുത്ത് ആശുപത്രിക്കുമടുത്ത റോഡിലെ ഓവുപാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് വൈകുന്നത്. ഇതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇന്നലെ വരെ നിരവധി പേരാണ് അപകടത്തിലായത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധം പോലീസ് ഇടപെട്ടാണ് നിർത്തിവെച്ചത്. അപകടങ്ങൾ വിളിച്ചു വരുത്താൻ ഉദ്യോഗസ്ഥരുടെ ഉഡായിപ്പ്. കാലാവസ്ഥ കനത്തതോടെ എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് യാത്രക്കാരും വ്യാപാരങ്ങളും. പലയിടങ്ങളിലും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജും ഓവുചാലുമില്ലാത്തതാണ് പ്രധാന കാരണം. വെള്ളക്കെട്ട് കാരണം തിരുവാലി ചെമ്പംകുത്ത പാതയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായതോടെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പരാതികൾ മൂലം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഓവുപാലം നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലായതിനാൽ റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. ഇതിനിടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത് കൂടുതൽ വിനയായി. മഴവെള്ളം കൂടിയായതോടെ ചെളിയും കൂടി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ചെമ്പക്കുത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രവും സീതി ഹാജി ക്യാൻസർ സെന്ററും എടവണ്ണ പോലീസ് സ്റ്റേഷനും ഈ പാതയിലായതിനാൽ ഏറെ തിരക്കേറിയ റോഡാണിത്. എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം PV ഷാഹിന്റെയും നാട്ടുകാരുടെയും പരാതികളെ തുടർന്ന് അധികൃതർ പ്രദേശത്ത് പാറപ്പൊടിയും മറ്റും നിറച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ശ്രമങ്ങൾ ഒന്നും തന്നെ വിജയകരമാകുന്നില്ലെന്നാണ് ഷാഹിൻ പറയുന്നത്. പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വാർത്തകൾ വന്നതോടെ ഓവുപാലത്തിന്റെ പണി പൂർത്തീകരിച്ച ഭാഗം കഴിഞ്ഞ ശനിയാഴ്ചയോടെ തുറന്നിടുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ഇതോടെ ഗതാഗത പ്രശ്നം താൽക്കാലികമായി തീരുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ പ്രവൃത്തി പൂർത്തിയായ ഭാഗം തുറന്നത് വേണ്ടത്ര സുഖകരമായ രീതിയിലായിരുന്നില്ല. അടച്ചിട്ട ഭാഗം തുറന്നു എന്നല്ലാതെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ പൂർത്തീകരിച്ചിരുന്നില്ല. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കുകയായിരുന്നു. പെരുന്നാൾ ദിനമായ ഇന്നലെ പോലും 5ലേറെ അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ തുടങ്ങിയ നാട്ടുകാരുടെ ഉപരോധം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. റോഡിലെ വലിയ കിടങ്ങുകളിൽ തെങ്ങ് നട്ടും കിടന്നുമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടെ താൽക്കാലികമായി കോറി വേസ്റ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും നാളത്തോടെ പണി പൂർത്തീകരിക്കുമെന്ന എടവണ്ണ പോലീസ് മുഖാന്തരം അധികൃതരുടെ ഉറപ്പോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇവിടെ നമ്മളെ ഈ വണ്ടൂര് പിന്നെ എടവണ്ണ റൂട്ടില് ശാന്തിനഗറിന്റെ പ്രദേശത്ത് 3 ഓവുപാല 50 മീറ്ററിന്റെ ഇടയിൽ 3 ഓവുപാല. തൊട്ടടുത്തുള്ള ഈ ഓവുപാലത്തിന് മേലിന്ന് മലവെള്ളം വന്നുകൊണ്ട് പോകാനുള്ള സംവിധാനമുണ്ട്. അപ്പുറത്തെ മേലെ വയലൂലിൽ നിന്ന് വരുന്ന വെള്ളത്തിനും പോകാനുള്ള സംവിധാനമുണ്ട്. ഈ ഒരു ഓവുപാലത്തിൻ്റെ ഇവിടെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഇവിടെ അതുകൊണ്ട് ആ ഓവുപാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ നാട്ടുകാർക്കില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമല്ല, അരിച്ചാലിൻ്റെ പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഒരു ഓവുപാലത്തിന് വെറുതെ പണിയെടുത്തുങ്ങാണ്ട് കരാറുകാർക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് PWD ഇവിടെ നടത്തിയുള്ളത്. നമുക്കിവിടെ വന്ന എല്ലാ ആളുകളും കാണാൻ സാധിക്കും. എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ഓവുപാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. മഴക്കാലമായി ഇപ്പോൾ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ലായിരുന്നു. മഴക്കാലമായപ്പോഴാണ് പണി തുടങ്ങിയത്. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു പണിയാണ് അതുവരെ ചെയ്തത്. എന്നിട്ട് ഈ പണി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇവിടെ വരുന്ന ആളുകൾ ഏകദേശം 25ഓളം ആളുകൾ ഫാമിലി സഹിതം വന്നുകാണ്ട് ഇവിടുന്ന് വീഴാണ്. പിന്നെ ഈ ചാലിൽ വന്നുകാണ്ട് വീണിട്ട് അങ്ങനെ വീണിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമായി പോലീസിനോടും PWD അധികൃതരോടും എടവണ്ണ ഗ്രാമപഞ്ചായത്തിനോടും ഒക്കെ നമ്മൾ പരാതി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിനെ പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് PWD റോഡായതുകൊണ്ട് ഓൽക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അവരോട് പലവട്ടം പറഞ്ഞു. കരാറിനോട് പറഞ്ഞ കരാറിന് വലിയൊരു വാശിയും വട്ടുള്ള മാതിരി അവർ സബ് കൊടുത്തിട്ടാണ് കരാർ പണികൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു വെട്ടിപ്പും തട്ടിപ്പും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈസ്റ്റ് ലൈവ് എടവണ്ണ.